നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഡിഫോൾട്ടായിട്ട് ഒരു ജിമെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഇതിലൂടെ നമ്മൾ മെയിൽ അയക്കാറുണ്ട്, അതുപോലെ തന്നെ മെയിൽ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ജിമെയിൽ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരുപാട് കൺഫർമേഷൻ കോഡുകൾ, പ്രധാനപ്പെട്ട സെക്യൂരിറ്റി കോഡുകളൊക്കെ നമുക്കിതിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ മെയിൽ വരാറുണ്ട്. എന്നാൽ പുതിയ ഒരു ജിമെയിൽ അപ്ഡേറ്റിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ജിമെയിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അവിടെ കാണിക്കും. അവിടെ നിന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അയച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മെയിലുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനായിട്ട് ഇപ്പോൾ പുതിയ വന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഇൻ ഇമെയിൽ എന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു സെർച്ച് ബാറുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രം ടു, അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഡേറ്റ്, ഈസ് അൺറീഡ്, അങ്ങനെ ഒരുപാട് ടാബുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഫ്രം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുള്ള മെയിലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടു, നമ്മൾ അങ്ങോട്ട് അയച്ച മെയിലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, നമ്മളെന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഷോ ആവുന്നതാണ്. ഞാനിപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഒന്നും തന്നെ അയച്ചിട്ടില്ല. അത് ഡോക്യുമെൻ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും അതുപോലെ തന്നെ PDF ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എന്താണെന്നുള്ളത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റ്, നമുക്ക് ഏത് ഡേറ്റിലുള്ള മെയിലാണ് സെർച്ച് ചെയ്യേണ്ടത് അതും ഇവിടെ ഡേറ്റ് ബേസിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ് അൺറീഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ മെയിൽ തുറന്ന് വായിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റീഡ് ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അൺറീഡ് ഇതിലെ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ എല്ലാം റീഡ് ചെയ്തതായതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഈ ഒരു ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഈ മെയിൽ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജിമെയിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.